ഹായ് ഫ്രണ്ട്സ്, ഡെവിൻ വില്ലേജിൽ നിന്നും തിരിച്ചെത്തിയിട്ട് ഞങ്ങൾ പിന്നീട് പോയത് ബ്രാട്ടിസ്ലാവയുടെ നഗര സൗന്ദര്യം ആസ്വദിക്കാനാണ്. ശരിക്കും പറഞ്ഞാൽ ബ്രാട്ടിസ്ലാവ ഒരു ആഡംബര സിറ്റിയേ അല്ല. ഹൈടെക് ഇൻഫ്രാസ്ട്രക്ചേഴ്സും ലക്ഷറി ബിൽഡിങ്സും ഒക്കെ വളരെ വിരളമായി നിങ്ങൾക്കിവിടെ കാണാൻ കഴിയും. എങ്കിലും ജനജീവിതത്തിനാവശ്യമായ എല്ലാ സൗകര്യങ്ങളും ഇവിടെയുണ്ട്. ഞങ്ങൾ ഈ പോകുന്നത് 1972 പണി കഴിപ്പിച്ച SNP ബ്രിഡ്ജിലേക്കാണ്. ബ്രാട്ടിസ്ലാവയുടെ ടൂറിസം മാപ്പുകളിൽ ഏറ്റവും കൂടുതൽ ഇടം പിടിച്ചിരിക്കുന്നത് ഈ ബ്രിഡ്ജാണ്. ഡാനൂബ് റിവറിന് കുറുകെ പെട്രാ സാൽക്കയും ഓൾഡ് ടൗണിനെയും തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ ബ്രിഡ്ജ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. കാൽനട യാത്രക്കാർക്കായി പ്രത്യേകമായി ഒരു പാതയും നിർമ്മിച്ചിട്ടുണ്ട്. ഇതിനു മുകളിൽ മറ്റൊരു ലെയറിൽ കൂടിയാണ് വാഹനങ്ങൾ കടന്നു പോകുന്നത്. ഇതിൽ പണി കഴിപ്പിച്ചിരിക്കുന്ന UFO ഒബ്സർവേഷൻ ഡെക്കാണ് ഈ ബ്രിഡ്ജിന്റെ പ്രത്യേകത. സോസറിന്റെ ഷേപ്പിൽ ഡിസൈൻ ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് ഈ ഒബ്സർവേഷൻ ഡെക്കിന് ഒരു UFOയുടെ രൂപം നമുക്ക് തോന്നുന്നത്. ഓഫീസിൽ പോയിട്ട് മടങ്ങുന്നവരും സൈക്ലിങ്ങിനായി ഇറങ്ങി പുറപ്പെടുന്നവരും ടൂറിസ്റ്റുകളുമെല്ലാം ഈ ബ്രിഡ്ജും അതിനോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളുമെല്ലാം വളരെ ഫലപ്രദമായ രീതിയിൽ ഉപയോഗിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും UFO ബ്രിഡ്ജിന്റെ മുകളിൽ കയറാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഒബ്സർവേഷൻ ഡെക്കിൽ ചെന്ന് നഗരത്തിന്റെ സായാഹ്ന കാഴ്ചകൾ കാണുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഞങ്ങൾ ബിൽഡിങ്ങിന് താഴെയുള്ള ടിക്കറ്റ് കൗണ്ടറിൽ ചെന്ന് 2 ടിക്കറ്റുകൾ വാങ്ങി. 20 യൂറോ ആണ് ടിക്കറ്റിനായി ഞങ്ങൾക്ക് ചിലവായത്. ലിഫ്റ്റ് വഴിയാണ് മുകളിലേക്ക് പോകേണ്ടത്. വളരെ വേഗതയുള്ളൊരു ലിഫ്റ്റാണിത്. ഒബ്സർവേഷൻ ഡെക്ക് വരെ ലിഫ്റ്റ് പോകില്ല. ലിഫ്റ്റ് ഇറങ്ങിയിട്ട് ഞങ്ങൾ സ്റ്റേഴ്സ് വഴി മുകളിലേക്ക് നടന്നു. അധികം സ്റ്റെപ്പുകളൊന്നും കയറാനില്ല. നമ്മളെ സഹായിക്കാനായി എല്ലായിടത്തും ജോലിക്കാർ നിൽക്കുന്നുണ്ട്. വളരെ വ്യത്യസ്തതയുള്ള അത്യാധുനികമായ ഒരു നിർമ്മിതിയാണ് UFO ബിൽഡിംഗ്. സന്ദർശകർക്ക് അതുല്യമായ ഒരു ദൃശ്യാനുഭവമാണ് ഇവിടെ നിന്ന് ലഭിക്കുന്നത്. 360 ഡിഗ്രിയിൽ നഗരത്തിന്റെ സായാഹ്ന കാഴ്ചകൾ മതി വരുവോളം നമുക്കിവിടെ നിന്ന് ആസ്വദിക്കാൻ കഴിയും. ഫോട്ടോഗ്രാഫി ഇഷ്ടപ്പെടുന്നവർക്ക് പെർഫെക്റ്റ് ആയ ഒരു വാൻറ്റേജ് പോയിന്റ് കൂടിയാണിത്. അങ്ങ് അകലെയായി ബ്രാട്ടിസ്ലാവ കാസിലും മറ്റു ചരിത്ര സ്മാരകങ്ങളും ഒക്കെ വളരെ വ്യക്തമായി ഇവിടെ നിന്നും കാണാൻ കഴിയും. ഡാനൂബ് റിവറും അതിന് കുറുകെ നിർമ്മിച്ചിട്ടുള്ള അപ്പോളോ ബ്രിഡ്ജുമൊക്കെ ഇവിടെ നിന്ന് നോക്കിയാൽ കൃത്യമായി കാണാം. ദൂരക്കാഴ്ചകൾ അടുത്തു കാണാൻ ടെലിസ്കോപ്പുകളും ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. UFO ബിൽഡിങ്ങിൽ നിന്നും ഇറങ്ങി ഞങ്ങൾ പിന്നീട് പോയത് ബ്ലൂ ചർച്ചിലേക്കാണ്. ബ്രാട്ടിസ്ലാവയിലെ ശ്രദ്ധേയമായ ഹംഗേറിയൻ സെഷനിസ്റ്റ് സ്റ്റൈലിലുള്ള ആർക്കിടെക്ചറാണ് ഈ ചർച്ച്. ചർച്ച് ഓഫ് എലിസബത്ത് എന്നാണ് ഇത് ഔദ്യോഗികമായി അറിയപ്പെടുന്നത്. ഹംഗേറിയൻ ആർക്കിടെക്റ്റായ ഓഡോൺ ലെയ്നർ ആണ് ഇതിന് രൂപകൽപ്പന നൽകിയിരിക്കുന്നത്. 1908 ഇതിന്റെ നിർമ്മാണം തുടങ്ങിയെങ്കിലും 1913 ഇതിന്റെ പണി പൂർത്തിയായത്. 13-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന സെയിന്റ് എലിസബത്തിനാണ് ഈ ചർച്ച് സമർപ്പിച്ചിരിക്കുന്നത്. 1207 ജനിച്ച ഒരു ഹംഗേറിയൻ രാജകുമാരിയായിരുന്നു സെയിന്റ് എലിസബത്ത്. പാവപ്പെട്ടവരെയും രോഗികളെയും ഒക്കെ സഹായിക്കാൻ വേണ്ടി അവർ നിരവധി ആശുപത്രികൾ സ്ഥാപിച്ചു. മാത്രമല്ല, ദരിദ്രരായ ജനങ്ങൾക്ക് പതിവായി അവർ ഭക്ഷണം വിതരണം നടത്തുകയും ചെയ്തിരുന്നു. ഒരിക്കൽ പാവങ്ങൾക്കായി ഭക്ഷണവുമായി പോയ സെയിന്റ് എലിസബത്തിനെ അവരുടെ ഭർത്താവ് പിടികൂടി. ചോദ്യം ചെയ്യലിനിടയിൽ അദ്ദേഹം രാജകുമാരിയുടെ കയ്യിലിരുന്ന ഭക്ഷണപ്പൊതി പിടിച്ചു വാങ്ങി തുറന്നു നോക്കി. എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് ആ അപ്പകഷ്ണങ്ങൾ റോസാപ്പൂക്കളായി രൂപമാറ്റപ്പെട്ടു. സെയിന്റ് എലിസബത്തിന്റെ കാരുണ്യത്തിന്റെ മഹത്വം ആഹ്വാനം ചെയ്യുന്ന ഈ അത്ഭുത കഥയാണ് ബ്ലൂ ചർച്ചിനോട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം കേട്ടുവരുന്നത്. നീല നിറത്തിലുള്ള അതുല്യമായ നിർമ്മാണ ശൈലിയാണ് ഈ ചർച്ചിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. പേസ്റ്റൽ ബ്ലൂ കളറിലുള്ള മജോലിക്ക ടൈൽസ് ഉപയോഗിച്ചിട്ടാണ് ചർച്ചിന്റെ മുൻഭാഗം നിർമ്മിച്ചിരിക്കുന്നത്. തിളക്കമുള്ള നീല സെറാമിക് ടൈൽസ് കൊണ്ടാണ് മേൽക്കൂരയുടെ നിർമ്മാണം. ഓൾഡ് ടൗണിന്റെ കിഴക്ക് ഭാഗത്തായിട്ടുള്ള ബെസ്ട്രിക്കോവ സ്ട്രീറ്റിലായിട്ടാണ് ബ്ലൂ ചർച്ച് സ്ഥിതി ചെയ്യുന്നത്. പകൽ വെളിച്ചത്തിന്റെ കാഠിന്യം കുറഞ്ഞു വരുന്നുണ്ട്.
സമയം കളയാതെ ഞങ്ങൾ ലിസ്റ്റിലുണ്ടായിരുന്ന യൂറോവിയ മോളിലേക്ക് യാത്ര തിരിച്ചു. ബ്രാട്ടിസ്ലാവയിലെ ആധുനിക ജീവിതശൈലിയുടെ ഉത്തമ ഉദാഹരണമാണ് ഈ ഷോപ്പിംഗ് മാൾ. 2010 ഈ മോൾ പ്രവർത്തനം തുടങ്ങിയത്. 200-ലധികം റീറ്റെയിൽ സ്റ്റോറുകൾ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. ദുബായിൽ താമസിക്കുന്ന ഞങ്ങൾക്ക് ഈ മോൾ കണ്ടപ്പോൾ ദുബായിലെ ഏതോ ഒരു ഷോപ്പിംഗ് മാളിൽ എത്തിയ പോലെ തോന്നി. വളരെ നിലവാരം കൂടിയ ഒരു മോളാണ് ഇതെന്ന് നിസ്സംശയം പറയാം. മോളിൽ നിന്നും ഇറങ്ങിയ ഞങ്ങൾ ചരിത്ര പ്രസിദ്ധമായ ഓൾഡ് ടൗണിലേക്കാണ് പിന്നീട് പോയത്. ബ്രാട്ടിസ്ലാവയിലെ ഏറ്റവും പ്രശസ്തവും രസകരവുമായ ഒരു ലാൻഡ്മാർക്ക് തേടിയാണ് ഞങ്ങളുടെ ഈ യാത്ര. മാൻ അറ്റ് വർക്ക് എന്നറിയപ്പെടുന്ന ക്യുമിൽ പ്രതിമ കാണുക എന്നതാണ് ഞങ്ങളുടെ ലക്ഷ്യം. ലോറൻസ്ക സ്ട്രീറ്റിനും പെൻസ്ക സ്ട്രീറ്റിനും ഇടയിൽ സ്ഥാപിച്ചിട്ടുള്ള ഈ വെങ്കല പ്രതിമ വിനോദസഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്ന ഒന്നാണ്. ഒരു മാൻഹോളിൽ നിന്നും കൈയും തലയും പുറത്തേക്കിട്ട് തെരുവിലെ കാഴ്ചകൾ നോക്കി നിൽക്കുന്ന ചിരിക്കുന്ന മുഖമുള്ള ഒരാളുടെ പ്രതിമയാണിത്. 1997 സ്ഥാപിച്ച ഈ പ്രതിമയ്ക്ക് ചരിത്രപരമായ യാതൊരു പ്രാധാന്യവുമില്ല. എങ്കിലും ഏറ്റവും കൂടുതൽ സഞ്ചാരികളെ ആകർഷിക്കുന്നത് ക്യുമിൽ പ്രതിമയാണെന്ന് നിസ്സംശയം പറയാം. ക്യുമിൽ എന്ന വാക്കിന് സ്ലോവാക്ക് ഭാഷയിൽ നിരീക്ഷകൻ എന്നാണ് അർത്ഥം. മാൻഹോളിൽ നിന്ന് തലയൊക്കെ പുറത്തേക്കിട്ട് ഇദ്ദേഹം തെരുവിൽ നടക്കുന്ന കാര്യങ്ങൾ നിരീക്ഷിക്കുകയാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. പ്രതിമയുടെ തലയിൽ തലോടിയാൽ ഭാഗ്യം വരുമെന്ന് വിശ്വസിക്കുന്നവരുണ്ട്. തലോടി പ്രതിമയുടെ ഒരു ഭാഗത്തിന് അങ്ങനെ തിളക്കമേറി എന്നതാണ് സത്യം. യൂറോ കപ്പ് നടക്കുന്ന സമയമായതുകൊണ്ട് നഗരവീഥികളിൽ ഒരു തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. മിക്ക റെസ്റ്റോറൻറ്റുകളിലും TV ഒക്കെ സ്ഥാപിച്ച് ഫുട്ബോൾ ആരാധകരെ കളി കാണാനായി ക്ഷണിക്കുകയാണ് റെസ്റ്റോറൻറ്റിലെ ജീവനക്കാർ. ഭക്ഷണം കഴിച്ചും കളി കണ്ടും ആടിയും പാടിയുമൊക്കെ ജനങ്ങൾ ആഘോഷിക്കുകയാണ്. മൈക്കിൾസ് ടവറിന്റെ സമീപത്തുകൂടി ഞങ്ങൾ ഈ കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ നടന്നു. അതിരാവിലെ എഴുന്നേറ്റ് ഞങ്ങൾ സമയം കളയാതെ ബ്രാട്ടിസ്ലാവ കാസിലേക്ക് നടന്നു. ഹോട്ടലിൽ നിന്നും നടക്കാവുന്ന ദൂരമേ ഉള്ളൂ കാസിലേക്ക്. ഞങ്ങൾക്ക് രാവിലെ തന്നെ ഈ സിറ്റിയിൽ നിന്നും യാത്ര തിരിക്കണം. അതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ കയറി കാഴ്ചകൾ കാണാനൊന്നും ഇനി സമയമില്ല. അതുമാത്രമല്ല, രാവിലെ 10 മണി മുതലാണ് കാസിൽ സന്ദർശകർക്കായി തുറന്നു കൊടുക്കുന്നത്. ചരിത്രപരമായി ഏറെ പ്രസക്തിയുള്ള ഈ കാസിൽ സഞ്ചാരികളെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള കാഴ്ചകളുടെ ഒരു കേന്ദ്രമാണ്. വളരെ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ കോട്ടയുടെ മുകളിൽ നിന്ന് നോക്കിയാൽ തെളിഞ്ഞ കാലാവസ്ഥയാണെങ്കിൽ ഓസ്ട്രിയയും ഹംഗറിയും ഒക്കെ നമുക്ക് കാണാൻ കഴിയും. ഈ വ്യൂ പോയിന്റ് തന്നെയാണ് കാസിലിന് ചരിത്രപരമായി ഏറെ പ്രാധാന്യം നേടിക്കൊടുത്തത്. റോമൻ സൈനിക ക്യാമ്പായും ഹംഗേറിയൻ പ്രതിരോധ കേന്ദ്രവുമായും ഒക്കെ ഈ കോട്ടയെ കാലാകാലങ്ങളായി ഉപയോഗിച്ചത് ഇതിൻ്റെ ഭൂമിശാസ്ത്രപരമായ പ്രത്യേകത കൂടി കണക്കിലെടുത്തുകൊണ്ടാണ്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ കാസിൽ പലതരത്തിലുള്ള രൂപമാറ്റങ്ങൾക്കും മോടി പിടിപ്പിക്കലിനുമൊക്കെ വിധേയമായിട്ടുണ്ട്. 15-ാം നൂറ്റാണ്ടിൽ ലക്സംബർഗിലെ കിങ് സീഗസ്മുണ്ട് ഇതിനെ ഗോത്തിക് ശൈലിയിലേക്ക് രൂപമാറ്റം വരുത്തി. ചതുരാകൃതിയിലുള്ള ഈ കാസിലിന് 4 കാലുള്ള ഒരു ടേബിളിന്റെ ഷേപ്പാണുള്ളത്. ദൂരെ നിന്ന് നോക്കിയാൽ ആരോ തിരിച്ചിട്ടിരിക്കുന്ന ഒരു ടേബിളാണോ ഇതെന്ന് സംശയം തോന്നുന്ന ഒരു രൂപം. മാത്രമല്ല, സ്ലോവാക്ക് നാഷണൽ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നതും ഇവിടെയാണ്. കാസിലിന്റെ പരിസര പ്രദേശങ്ങളിൽ ചുറ്റിക്കാണാൻ പ്രത്യേകിച്ച് ചിലവൊന്നുമില്ല. എങ്കിലും അകത്ത് കടന്ന മ്യൂസിയം ഒക്കെ കാണണമെങ്കിൽ ഏകദേശം 10 യൂറോ അടുത്ത് വരുന്ന ടിക്കറ്റ് എടുക്കണം. കാസിലിനോട് ബന്ധപ്പെട്ട് ഭയപ്പെടുത്തുന്ന ഒരു യക്ഷിക്കഥയുണ്ട്. ഒരു യക്ഷിയുടെ സാന്നിധ്യം ഇവിടെയുണ്ടെന്ന് ഇന്ന് നാട്ടുകാർ വിശ്വസിക്കുന്നു. വൈറ്റ് ലേഡി എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ യക്ഷിക്കഥ സത്യമോ മിഥ്യയോ എന്ന് പറയാൻ ഞങ്ങൾക്കാവില്ല. പണ്ട് കാലത്ത്
കാസിലിൽ ജീവിച്ചിരുന്ന കുലീനയായ ഒരു സ്ത്രീയാണ് ഈ കഥയിലെ നായിക. അവർ തന്റെ ഭർത്താവിന്റെ പീഡനങ്ങൾക്ക് വിധേയയായി ഈ കാസിലിനുള്ളിൽ തടവിന് തുല്യമായ ജീവിതമാണ് നയിച്ചിരുന്നത്. അതിനിടയ്ക്ക് എപ്പോഴോ അവർ കാസിലെ ഒരു ജീവനക്കാരനുമായി അടുപ്പത്തിലായി. അയാളുമൊത്ത് കാസിൽ നിന്ന് രക്ഷപ്പെട്ട് ദൂരെ എവിടെയെങ്കിലും പോയി സന്തോഷപരമായ ഒരു ജീവിതം തുടങ്ങാൻ അവർ ആഗ്രഹിച്ചു. കാസിൽ നിന്നും രക്ഷപ്പെടുന്നതിനിടയിൽ രണ്ടുപേരെയും ക്രൂരനായ ഭർത്താവ് പിടികൂടി വധിച്ചു. ആ സ്ത്രീയുടെ ആത്മാവ് ഇന്നും അശാന്തിയോടെ ഈ കാസിലിനുള്ളിൽ ചുറ്റി നടക്കുന്നുണ്ടത്രേ. വെള്ളവസ്ത്രം ധരിച്ച ഈ സ്ത്രീയുടെ രൂപം കണ്ടതായി പല ജോലിക്കാരും സന്ദർശകരും പിന്നീട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലയാളം സിനിമകളിൽ മാത്രം വെള്ള സാരി ഉടുത്ത് യക്ഷികളെ കണ്ടിട്ടുള്ള ഞങ്ങൾ കഠിന പ്രയത്നം നടത്തിയെങ്കിലും യക്ഷിയൊന്നും കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ നിരാശയോടെ കാസിലിനോടും ബ്രാട്ടിസ്ലാവയോടും വിട പറഞ്ഞ് ഞങ്ങൾ അടുത്ത ലക്ഷ്യസ്ഥാനത്തേക്ക് യാത്ര തിരിച്ചു. അപ്പോൾ ഇനി കൂടുതൽ യൂറോപ്യൻ വിശേഷങ്ങളുമായി അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം.